നമസ്കാരം. മലയാളികളെ പ്രത്യേകിച്ച് വിവാഹമൊക്കെ അടുത്തിരിക്കുന്ന കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം സ്വർണ്ണവിലയാണ്. ഓരോ ദിവസവും സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 വർഷം മുൻപുള്ള അവസ്ഥയല്ല സ്വർണത്തിൽ ഇപ്പോൾ ഉള്ളത്. പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് ഉണ്ടായത്. ചരിത്രം തിരുത്തി കുറിച്ച സ്വർണ്ണവില പവന് 60,000 കഴിഞ്ഞത് തൊട്ട് മുമ്പായിരുന്നു. ഇന്ന് വീണ്ടും ഞെട്ടാൻ റെഡിയായിക്കൊള്ളുക. 700-ലധികം രൂപയാണ് ഇന്ന്, അതായത് ഫെബ്രുവരി മാസം 5-ാം തീയതി സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ സ്വർണ്ണവില 60,000-ൽ നിന്ന് 63,000-വും കടന്നിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 63,240 രൂപയാണ് കൊടുക്കേണ്ടി വരിക. 760 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 95 രൂപ കൂടി 7,905 എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വിലയിൽ 2 രൂപ വർദ്ധിച്ച ഗ്രാമിന് 106 രൂപയായിട്ടുണ്ട്. 22 കാരറ്റ് സ്വർണത്തിന് വില കൂടി വരുന്ന സാഹചര്യത്തിൽ 18 കാരറ്റിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെട്ടതോടെ ഈ പരിശുദ്ധിയിലുള്ള സ്വർണത്തിനും വില കുതിച്ചിരിക്കുകയാണ്. 18 കാരറ്റ് സ്വർണം 80 രൂപ വർദ്ധിച്ച് 6,535 എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. അതായത് ഈ കാരറ്റ് സ്വർണം ഒരു പവന് 52,280 രൂപയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ നിരക്കിൽ 22 കാരറ്റ് സ്വർണം കിട്ടുമായിരുന്നു. ഈ മാസം 1-ന് ഒരു പവൻ സ്വർണത്തിന് 61,960 രൂപയായിരുന്നു വില. 3-ന് വില അല്പം ഇടിഞ്ഞുവെങ്കിലും പിന്നീട് വീണ്ടും കുതിച്ചു. കഴിഞ്ഞ ദിവസം 840 രൂപയും ഇന്ന്, അതായത് ഫെബ്രുവരി മാസം 5-ാം തീയതി 760 രൂപയുമാണ് കൂടിയത്. ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയേണ്ടത്. ആഗോള വിപണിയിലെ അസ്ഥിരതയും ആശങ്കയുമാണ് സ്വർണ്ണവില കൂടാൻ കാരണമായിരിക്കുന്നത്. ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ഇപ്പോൾ വ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എത്ര മുടക്കിയാലും നാളെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന വിശ്വാസമാണ് പലർക്കും ഉള്ളത്. മാത്രമല്ല, കേന്ദ്ര ബാങ്കുകൾ മുഖേന എല്ലാ രാജ്യങ്ങളും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നുണ്ട്. ഡോളറിനേക്കാൾ മികച്ച കരുതൽ ധനമായി സ്വർണത്തെയാണ് ഓരോ രാജ്യങ്ങളും കാണുന്നത്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് 2,844 വ്യാപാരം നടക്കുന്നത്. ഇതിൽ ഇനിയും മാറ്റം വന്നേക്കാം. അമേരിക്ക തുടങ്ങി വച്ച വ്യാപാര പോരാണ് പുതിയ സ്വർണ്ണ കുതിപ്പിന് ഇടയാക്കിയത്. അമേരിക്കക്കെതിരെ തിരിച്ചും 3 രാജ്യങ്ങൾ ചുങ്കം ഉയർത്താൻ തുടങ്ങിയതോടെ നിക്ഷേപകർ ആശങ്കയിലായി. പ്രത്യേകിച്ച് ചൈനയുടെ മറുപടി ചുങ്ക പ്രഖ്യാപനം വന്നതാണ് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കിയത്. ഡോളർ നിരക്ക് ഇടിയാൻ തുടങ്ങിയതും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. 107.89 എന്ന നിരക്കിലാണ് ഡോളർ സൂചിക. ഇന്ത്യൻ രൂപ കഴിഞ്ഞ ദിവസം അല്പം മുന്നേറിയെങ്കിലും ഇന്ന്, അതായത് ഫെബ്രുവരി മാസം 5-ാം തീയതി ഇടിയുകയാണ് ചെയ്തത്. 87.14 എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം. ഇതിൽ ഇനിയും മാറ്റങ്ങൾ വന്നേക്കാം. ഡോളർ കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില കുറയും. ക്രൂഡ് ഓയിൽ വില കുറയുകയാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $75 പുതിയ വില. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില $98,000 എത്തിയിട്ടുണ്ട്. ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 70,000 രൂപ വരെ ആയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പഴയ സ്വർണം വിൽക്കുമ്പോൾ പവന് 2,500 രൂപ വെച്ചുള്ള സംഖ്യ കിട്ടും. വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ പഴയ സ്വർണം വിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തായാലും വിവാഹ പാർട്ടിക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലായിരിക്കുന്നത്. ഈ ഒരു 63,000 ശിൽവാനുമാണ് ഇപ്പോൾ സ്വർണ്ണവിലയെങ്കിലും ആഭരണമായി വാങ്ങുമ്പോൾ വലിയ വിലയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അതായത് ഇപ്പോൾ പനിക്കൂലി സാധാരണ ജ്വല്ലറികൾ പോലും കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ വരുന്നത് 10%. 5% വിവാഹ പാർട്ടിക്കാർക്ക് പറ്റിയ അല്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. കാരണം ബേസിക് ആയിട്ടുള്ള പണികൾ മാത്രമാണ് ആഭരണങ്ങളിൽ വരുന്നത്. അത് വിവാഹത്തിന് ഉപയോഗിക്കുക നല്ലതല്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ 10%-ൽ കൂടുതലാണ് ഇപ്പോൾ പണിക്കൂലി വരുന്നത്. അങ്ങനെ വരുമ്പോൾ 70,000-വും കടന്ന് ഒരു പവൻ വാങ്ങുമ്പോൾ വിവാഹ പാർട്ടിക്കാർക്ക് പോക്കറ്റിൽ നിന്ന് പോവുകയാണ്. ഇതാണ് വലിയ ആശങ്കയിലേക്ക് നയിക്കുന്നത്.